സോഷ്യൽ മീഡിയയുടെ ഏതോ ഒരു യൂണിവേഴ്സിൽ കമൻറ്റോളി ചേച്ചിയായ റാണി പി സദാശിവൻ എന്ന് പറഞ്ഞ ലേഡിയെ യൂട്യൂബേഴ്സ് ചേർന്ന് പൊക്കി എയറിലോട്ട് വിട്ടു എന്നാണ് കേൾക്കാൻ ഞാൻ ഇടവന്നത്. കുറച്ച് പേരൊക്കെ എന്നോട് വന്നിട്ട് ഇതിലൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും ഈ ഒരു യൂണിവേഴ്സ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കിതൊരു ടാസ്ക് ആയിരുന്നു. ഞാനപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നിട്ടാണ് ഈ യൂണിവേഴ്സ് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത്. ഞങ്ങളിങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞ ചാനലിലുള്ള നമ്മുടെ ദീപ്തി സീതത്തോട് അവരുടെ 1-2 വീഡിയോസിനകത്ത് ഈ ഒരു കമൻറ്റോളി ചേച്ചിയെ റാണി പി സദാശിവനെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ട്. കമൻറ്റോളികളെ പിടിച്ച് അരിയാക്കുന്ന പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാറിയ കമൻ്റ് ഇടുന്ന ചെറ്റകളെ പിടിച്ച് അരിയാക്കാൻ ഇനി എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ പരിപാടി ഒന്നുമല്ല സൈഡിലോട്ട് ഒതുക്കി വെച്ചതായിരുന്നു. കാരണം ഈ കമൻറ്റ് ബോക്സിൽ ചെറ്റത്തരം പറയുന്ന ആളുകളാരും നേരിട്ട് മുഖാമുഖം റിയൽ ലൈഫിൽ വന്നിട്ട് ഒന്നും പറയില്ല, പഴമുഴുകിയ മാതിരി ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇവന്മാരുടെ അടുത്ത് ഇനിയിപ്പോൾ എന്ത് പറയാനടി, മനസ്സിലായോ? 10 തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിലേ കാണിക്കാൻ പറ്റൂ, റിയൽ ലൈഫിൽ ഇതൊന്നും വരൂല അവന്മാർക്ക്. അതുകൊണ്ട് പിന്നെ ഒഴിവാക്കി കളഞ്ഞു. എന്താണ് ഈ റാണി പി സദാശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി, ഇവരുടെ കമൻറ്റുകൾ അതിഭീകരമാണ് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ നാൾ വഴിയിലൂടെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായി. ഈ ദീപ്തി ടീച്ചറെ കുറിച്ചും ആൻഡ് അത് മാത്രമല്ല VR in Love എന്ന് പറഞ്ഞുള്ള ഒരു ചാനൽ, അതിലെ ഒരു കപ്പിളിനെ കുറിച്ചിട്ടും ഈ പറഞ്ഞ ലേഡി നിരന്തരമായിട്ട് വളരെ മോശമായ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അർമാദിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഈ VR in Love എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ ചാനൽ, ഓക്കെ, ഇതിലുള്ള ആ ഒരു കപ്പിൾ ഇവരെ തേടി പോവുകയുണ്ടായി. ഈ ദീപ്തി ടീച്ചർ എങ്ങാണ്ടാണ്, ഇഫ് ഐ എം നോട്ട് റോങ്, ഈ ലേഡിയെ കണ്ടുപിടിച്ച് കൊടുത്തതെന്നാണ് ഇതിൻ്റെ ഒരു നാൾ വഴികളിലൂടെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായത്. എന്നാണെങ്കിൽ ഈ VR in Loveനെ ഇവർ കുറച്ചധികം കാലമായിട്ട് കമൻ്റ് ഇട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ഞാനൊരു VR in Love എന്ന് പറഞ്ഞ ചാനൽ റെഗുലർ എന്നല്ല, വീഡിയോ തന്നെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കണ്ടത്. ദേ ആർ ന്യൂ ഫോർ മീ. എനിക്കൊരു പുതിയൊരു ചാനലും പുതിയൊരു കോണ്ടൻറ്റുകളും ആയിരുന്നു. സോ കുറേ പേരിങ്ങനെ അവരുടെ കമൻറ്റ് ബോക്സിലും പിന്നെ അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നവരൊക്കെ അവർ ഈ ഫാമിലി ഇഷ്യൂസ് കുറേ പറഞ്ഞിട്ടുള്ള വ്യൂവർഷിപ്പാണെന്നും സ്വന്തം അമ്മയെ ആരൊക്കെ എന്തൊക്കെയോ കുറ്റം പറയുന്നതൊക്കെ, ഓരോരുത്തർക്കും ഓരോ വ്യൂവർഷിപ്പും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള കോണ്ടൻറ്റുകളാണ്. ഓക്കെ, സോ അതിലോട്ടൊന്നും ഞാൻ പേഴ്സണലി കടന്നു പോകുന്നില്ല. അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരത് പബ്ലിക്കായിട്ട് വന്ന് പറയുന്നു. കമൻറ്റ് ബോക്സിനകത്ത് ആളുകൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നു. പക്ഷേ ഈ റാണി പി സദാശിവൻ, അവരുടെ കമൻറ്റുകൾ അങ്ങനെയല്ലേ, അത് കുറച്ച് ഓഡിറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ തന്നെയാണെന്നുള്ളതാണ് പേഴ്സണലി എനിക്കും പറയാനുള്ളത്. എന്താണെങ്കിൽ ഈ VR in Love ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, ഇവരെ കണ്ടുപിടിച്ചിട്ട് കമൻ്റ് ഇട്ട ആളെ കണ്ടുപിടിച്ച് പറയാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ റാണി പി സദാശിവൻ്റെ വീട്ടിലേക്ക് ഇവർ പോയി. ആ ടൈമിൽ അവിടെ കുട്ടി മാത്രമേ ഉള്ളൂ. ഈ റാണിക്കൊരു കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ആ വീട്ടിൽ കയറി ചെന്ന് അവരോട് ഡീറ്റെയിൽസ് ചോദിച്ച്, അതൊരു ഡേഞ്ചർ കോളാണ്. ഡേഞ്ചർ കോൾ ഇൻ ദ സെൻസ്, വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് ട്രസ്പാസിങ്, അത് നല്ല കാര്യമല്ല. അത് കേസാവാനും കൂടുതൽ വിമർശനങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി കുട്ടിയാണ്. കുട്ടിയോട് ഒരു അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു അമ്മ ഇനി എത്ര വൃത്തികെട്ട കമൻ്റ് ഇടുന്ന, എത്ര വൃത്തികെട്ടവളോ ആയിക്കോട്ടെ, കുട്ടിയുടെ അടുത്ത് പോയിട്ട് അമ്മയുടെ ഈ തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് പറയുന്നത്, അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം അത് നാളെ ഒരു ബുദ്ധിയില്ലായ്മയാണ്. നാളെ നമ്മുടെ തലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് വരാൻ, ഇപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ തലേക്ക് തന്നെ അത് മട്ടം തിരിഞ്ഞ് ബൂമറാങ്ക് പോലെ എത്തിയിട്ടുണ്ട് തോന്നുന്നു. വിമർശനങ്ങൾ ചെല്ലുന്നുണ്ട് അവർക്കെതിരെ. പോലീസ് കേസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കമൻ്റ് ഇട്ടത് ആ ലേഡി ആണെങ്കിൽ ആ ലേഡി പണിയെടുക്കുന്നിടത്ത് കയറി ചെല്ലുമെങ്കിൽ ആ ലേഡി ഉള്ളിടത്ത് കയറി ചെല്ലുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റ് രീതി. ആൻഡ് അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോലീസ് കേസ് ഈ കമൻ്റ് ഇട്ട വ്യക്തിക്കെതിരെ കൊടുത്തിട്ട് വേണം ചെല്ലാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു ലീഗൽ സംഗതി, നമ്മൾ സേഫായിട്ട് ചെയ്യേണ്ട പരിപാടി. എന്താണെങ്കിലും ഇവർ ആ കുട്ടിയുടെ അടുത്ത് പോയതിൻ്റെ ക്ലിപ്പും സാധനങ്ങളൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. നിങ്ങൾ ആ VR in Love എന്ന് പറഞ്ഞ ചാനലിൽ കയറി നോക്കിയാൽ മതി. കാരണം ഞാനായിട്ട് ഇനി അത് വെച്ചിട്ട് 10 ആളെ കൂടി കാണിക്കണ്ടല്ലോ. കാരണം കുട്ടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അതിനൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അല്ലാതെ ഇവർ ഈ ലേഡിയെ കാണാൻ പോയതും ഈ ലേഡി പണിയെടുക്കുന്ന കടയിൽ ചെന്നതും ഈ ലേഡി ഇവരെ കണ്ടപ്പോൾ റിയാക്ഷനും ഉണ്ട്, അത് ഭീകരമാണ്.
ചേച്ചി ഒരു കിലോ അരി തന്നേ ചേച്ചി ഒരു കിലോ അരി ആ എന്ത് കാര്യമായിട്ട് വേണ്ടേ? സുരേഖ ഇല്ല. ആ പവിഴം എടുത്തു. എങ്ങനെ തെറി വിളിക്കാൻ പറ്റും ഇങ്ങനെ? ഇല്ലല്ലേ, കഷ്ടമുണ്ട്. അതുപോലെ ഫേമസ് താരമാ ഉള്ള യൂട്യൂബിലല്ലേ പെണ്ണുങ്ങളെ എല്ലാം തെറി വിളിക്കുക, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇവരെ മാസം അന്വേഷിച്ച് വന്ന അവരുടെ വീട്ടിൽ കയറി വരിക. ഒരു പാവ ഒരു പെൺകൊച്ചുണ്ടാവും, ഒരു മോളുള്ള ഒരു കുറ്റുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാം തെറി വിളിക്കും. ഈ കേരളത്തിൽ എല്ലാവരും ഇവരെ അറിയാം, കേരളം കയറി കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞിപ്പോ ഇവരെ ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല, 2 ദിവസമായേ ഉള്ളൂ. ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. ഉള്ള കാര്യം പറയാൻ അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. ഇവർക്ക് ഈ അപസ്മാരത്തിന്റെ അസുഖം കേട്ടോ. ഇവരതൊക്കെ മുതലെടുത്ത് ഇവർക്ക് അസുഖം കൂടുതൽ വരണം. അതിനുള്ള ഇല്ല ഇവരെ കാണിച്ചിട്ട് എന്തെല്ലാം വൃത്തിയുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാന്ന് പറഞ്ഞ? കാഞ്ചാർ എവിടെ? നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞ? കാഞ്ചാർ ആരാ ഉള്ളേ? ഇപ്പൊ ആരും ഇല്ല. ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആ ലേഡിയുടെ ഒരു റെസ്പോൺസ്. അളിഞ്ഞ് വിളിഞ്ഞ് ജലിഞ്ഞ് പഞ്ചറായിട്ടുണ്ടായ ഒരു ലേഡി. ഓക്കെ, റാണി എന്ന് പറഞ്ഞ ലേഡി ഇവരെ കണ്ടതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുള്ളൊരവസ്ഥയിലാണ് അവരുടെ ഒരു റിപ്ലൈ പോകുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇങ്ങനെയുള്ള ആളുകൾ, ഈ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ, നിങ്ങളിനിപ്പോൾ അവരെ കടയിൽ കയറി ചെന്നിട്ടും കാര്യമില്ല, അവർക്കെതിരെ കേസ് കൊടുത്തിട്ടും കാര്യമില്ല. ഇതൊരു തരം രോഗമാണ്. ബാക്കിയുള്ളവരെ എന്ത് തെമ്മാടിത്തരും വിളിച്ച് പറയാം. അതായത് പ്രത്യേകിച്ച് അറിയണമെന്നൊന്നുമില്ല, മനസ്സിലായോ? ഒന്നും അറിയണ്ട, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അവരെക്കുറിച്ച് ഒന്നും അറിയണ്ട. വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് ചിലരുടെ കമൻസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഞാൻ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ വ്യക്തി, സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പലപ്പോഴായിട്ട് കാണാറുണ്ട്, നീ മറ്റേ വീട്ടിലേക്ക് പോയോടാ, നിൻ്റെ മറ്റവളെ വിടടാ. അത് ഞാൻ ഒരു അവിഹിതം കീപ്പ് ചെയ്യുന്ന ഒരുത്തനെ പോലെ എനിക്കിടും. സ്നേഹ ഒളിച്ചോടിപ്പോയി തിരിച്ചു വന്നു. മനസ്സിലായി? ഇവർ ഇന്നിപ്പോൾ ഞങ്ങൾ ഈ കമൻറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ സ്നേഹ പറയാം, കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോനടിയിൽ തന്നെ സ്നേഹ കണ്ടൊരു കമൻറ്റാണ്, വളരെ കൺവിൻസിങ് ആയിട്ട് ആളുകളുടെ മുന്നിൽ കമൻ്റ് ഇടുകയാണ്. സ്നേഹ ഒളിച്ചോടിപ്പോയി, ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്, എനിക്കറിയാം ഒളിച്ചോടിപ്പോയത് ഏതോ നാട്ടിലേക്കാണ്, സായി പോയി വിളിച്ചു കൊടുത്തത്. അതൊക്കെ ഇങ്ങനെ കമൻറ്റ്, ലൈക്ക് ഇത് വായിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു സംശയത്തിലാവാം, മനസ്സിലായി? അതായത് എന്തോ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ വീടിനടുത്ത്, നമ്മുടെ കുടുംബത്തിലോ നമ്മളെ 100% അറിയുന്ന ഒരു വ്യക്തിയെ പോലെ ഇവർ ഇരുന്നിട്ട് എന്ത് ചെയ്യും, കമൻ്റ് ഇടും. അങ്ങനെയുള്ളവർ ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ, അങ്ങനെയുള്ളവർ തപ്പിപ്പോയി ഇതേപോലുള്ളൊരു പണി കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് അവർ മാറും, അല്ലെങ്കിൽ ഇനി മുതൽ അവർ കമൻ്റ് ഇടില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, കാരണം ഇങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരു തരം സൈക്കോ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവരുടെ ലൈഫ് ദുരന്തമായിരിക്കും. ഓക്കെ, ദുരന്തം ഇൻ ദ സെൻസ് അവർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാജഡി ആയിരിക്കും അവർക്ക്. അപ്പോൾ അവർക്ക് ആരെങ്കിലും ഒരു സാഡിസമാണ്, ആരെങ്കിലുമൊക്കെ 10 പറയണം എന്നുള്ളൊരു മൈൻഡിൽ അത് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ദുരന്തമായി ബാക്കിയുള്ളവരും ദുരന്തമായി കാണണം എന്നുള്ളതൊക്കെ മനസ്സിൽ വിചാരിച്ചിടുന്ന കമൻറ്റാണ്. ഇപ്പോൾ ഈ ലേഡി ആണെങ്കിൽ നിങ്ങൾ നോക്കിയോ, ആ കടയിൽ ജോലി എടുക്കുമ്പോൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവർ കാണിച്ച ഒരു മണ്ടത്തരം ഈ വി ആർ ഇൻ ലവ് കുട്ടിയുടെ അടുത്ത് ചെന്നതും കുട്ടിയുടെ വീഡിയോസ് പബ്ലിഷ് ചെയ്തതുമാണ്. ഈവൺ ഇഫ് എന്താ പറയുക, അത് ബ്ലർ ചെയ്തിട്ടാണെങ്കിൽ പോലും അത് വേണ്ടിയിരുന്നില്ല. ബട്ട് ഈ പറഞ്ഞ ലേഡിയെ എക്സ്പോസ് ചെയ്തത് ഒരു വളരെ നല്ല കാര്യമാണ്. കാരണം യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് കോണ്ടൻറ്റ് ചെയ്യണം എന്നുള്ളത്. വീട്ടിലെ പ്രശ്നമോ നാട്ടിലെ പ്രശ്നമോ എന്ത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം, നമ്മുടെ ലൈഫ് തന്നെ കാണിക്കാം, ക്രിയേറ്റീവായിട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിൽ കാണിക്കാം. അതൊന്നൊരു പ്രശ്നമില്ല. ഒരു മാന്യതയുടെ ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്താൽ മതി. എന്താണെങ്കിലും ഇവരുടെ ലൈഫിലെ കോണ്ടൻറ്റുകൾ പറഞ്ഞു വിട്ടും പോകുന്നു,
അതിനടിയിൽ വന്നിട്ട് ഇവരെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാൾ വന്നിട്ട് അതിനെക്കുറിച്ച് ഓഡിറ്റ് ചെയ്ത് പള്ളു പറഞ്ഞ് അപരാധം പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആ ലേഡീൻ്റെ അടുത്ത് പോയതും പറഞ്ഞതും നല്ല കാര്യം തന്നെയാണ്. ഓക്കെ. പക്ഷെ ഈ കുട്ടിയുടെ അടുത്ത് പോയി സംസാരിച്ചതിന് ഇവരൊരു ന്യായീകരണം പറയുന്നുണ്ട്. ആ ന്യായീകരണവും വേണ്ടിയിരുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ആ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ അവർ ഹൈഡ് ചെയ്ത് കളഞ്ഞ ആ കുട്ടിയുടെ അടുത്തുള്ള ഇൻട്രാക്ഷനും കുട്ടിയുടെ അടുത്ത് പോയത് അവർക്കത് ഇപ്പോഴും അവർക്ക് യൂട്യൂബിൽ നിന്ന് മാറ്റി കളഞ്ഞാൽ അതൊരു മാന്യമായിട്ടുള്ള കാര്യമായിരിക്കും. കുറേ സഹിച്ച 2-3 വർഷമായിട്ട് നമ്മൾ കുറേ അനുഭവിച്ച ഒരു സ്ത്രീ കാരണം നമ്മൾ കുറേ അനുഭവിച്ചിരുന്നു. ആ സ്ത്രീയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ട് 1.5 വർഷം കൊണ്ട് അവരെ കണ്ടെത്തി, അന്വേഷിച്ച് ഇറങ്ങി കണ്ടെത്തി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റാണി സദാശിവൻ എന്നാണ് അവരുടെ പേര്. അപ്പൊ നമ്മളവിടെ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ഒരു പെൺകുട്ടിയാണെന്നും നമ്മൾ അറിയുന്നില്ല. കാരണം ഇപ്പോഴത്തെ അയൽവക്കത്തുള്ള ചേച്ചി ആ ചേച്ചി ബംഗ്ലാദേശിലുള്ള ചേച്ചി അല്ലേ, പക്ഷെ മലയാള ചേച്ചി നന്നായിട്ട് അറിയാം. അപ്പൊ അത്യാവശ്യം സംസാരിക്കാൻ അറിയാം. അപ്പൊ നമ്മൾ ചെന്നപ്പോ അവിടെ ഒരു ആൺകുട്ടിയായിരുന്നു നിന്നിരുന്നേ, ഒരു കുഞ്ഞു കൊച്ച്. അപ്പൊ ആ കൊച്ച് അങ്ങനെ ഓടി അങ്ങോട്ട് പോയി. അപ്പൊ ആ കൊച്ച് ഡ്രസ് ഇട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ അത് കാണിക്കാന് അപ്പൊ ആ ഡ്രസ് ഇട്ട് ആ കൊച്ച് അങ്ങോട്ട് വീട്ടിലോട്ട് പോയിട്ട് അമ്മേനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. അപ്പൊ ഞങ്ങൾ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം വർഷങ്ങളായിട്ട് കുറെ സ്ത്രീകളെ ഇൻക്ലൂഡിങ് എന്റെ വൈഫിന് ഭയങ്കര മോശം പറയുന്ന സ്ത്രീയാണ്, ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പൊ അവരവിടെ ആ ഫോട്ടോ കാണിച്ചിട്ട് അതെ. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു അവരവിടെ ഉണ്ട്, കഥയിലൊന്ന് കൊട്ടാൻ പറഞ്ഞു. അപ്പൊ ഇവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇവർക്കില്ല. നമ്മള് കണ്ടു, നമ്മൾ കേറാനൊന്നും പോയില്ല. അവിടെ നിന്ന് ഇവള് ചേച്ചി അകത്തോട്ട് കേറിക്കോട്ടെ മോനെ എന്ന് ചോദിച്ചു. അമ്മ എന്തിയെന്ന് ചോദിച്ചപ്പോ അമ്മ കടയിൽ പോയി. അപ്പൊ ഇവള് ചോദിക്കുന്നുണ്ട് ചേച്ചി അകത്തോട്ട് കേറിക്കോട്ടെ മോനെ എന്ന് ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ടാണ് അകത്തോട്ട് കയറിയത് കേട്ടോ. വ്യക്തമായിട്ട് ചോദിക്കുന്ന നമ്മുടെ വീഡിയോക്കകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്, മോനെ കേറിക്കോട്ടെ. ഒരാളുടെ കൺസെന്റോട് കൂടിയാണ് അവരുടെ വീട്ടിലോട്ട് പ്രവേശിച്ചത്. അപ്പൊ അതെങ്ങനെ ഭവനഭേദനമാകും? അല്ലെ അങ്ങനത്തെ കുറെ റൂൾസ് ഒക്കെ അറിയാവുന്ന കുറെ ആൾക്കാർ, ലോകൊക്കെ അറിയാവുന്ന കുറെ ആൾക്കാർ ഇപ്പോൾ കടന്നങ്ങോട്ട് മെഴുകുന്നുണ്ട്. എന്നെ എങ്ങനെയും ഒരു കള്ളക്കേസിൽ കുടുക്കി, വെട്ടുകേസിൽ കുടുക്കി കോടതികൾ കയറ്റി ഇറക്കുന്നു. അപ്പൊ ഇനി അടുത്തൊരു കേസ് ഭവനഭേദനം, ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ഭവനഭേദനം ചെയ്ത് അവൻ വീട്ടിൽ കയറി എന്നാണ് ഇപ്പൊ ഒരു കൂട്ടം. കാരണം ഇവര് 2 വെള്ളത്തിലാണ് കാല് കുത്തുന്നത്. ഓക്കെ. അപ്പോ ഇതാണ് അവരുടെ ഒരു ന്യായീകരണം. ഞാൻ പറയട്ടെ, ഇത് ബാക്കി യൂട്യൂബേഴ്സ് ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്ത ആക്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ റീസൺ ഉണ്ട്. കാരണം നിങ്ങൾ ചെയ്ത കാര്യത്തിൽ കുറച്ചധികം മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കുട്ടിയുടെ കേസിൽ. ഓക്കെ. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് തിരുത്തുക എന്നുള്ളതാണ് ദ ബെറ്റർ തിങ്. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കമൻസിന് ബോധേഡാവുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ. എനിക്ക് തന്നെ അറിയുന്ന പേഴ്സണലി അത്യാവശ്യം നല്ല രീതിയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിൽക്കുന്ന ആളുകൾ എനിക്ക് ഇഷ്ടംപോലെ പ്രൊഫൈലുകൾ അയച്ചു തരും. ഇയാളെന്ന് കണ്ടുപിടിച്ച് വരൂ, ഈ കമൻറ്റോട് ഒന്ന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത്യാവശ്യം നമ്മളതിൽ കുരുട്ട് പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടുപിടിച്ച് കൊടുക്കാറുമുണ്ട്. തക്കതായിട്ടുള്ള പരിപാടി അവർ വെച്ച് പണിയാറുണ്ട്. ഞാനും പേഴ്സണലി ചെയ്യാറുണ്ട്. നമുക്ക് പിടിക്കണമാണെന്നുണ്ടെങ്കിൽ ഒരാളെ പിടിക്കാൻ വളരെ സുഖമാണ്. ഈ ഫേക്കെന്ന് കമൻറ്റ് ഇടുന്നവരുടെ വിചാരം കിട്ടൂല, പൊക്കാൻ പറ്റൂല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ധാരണ മാത്രമാണ്. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പൊക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. പിന്നെ തന്തല്ലാത്തയുടെ സ്വഭാവം കാണിക്കുന്നവരോട് തിരിച്ചും ഏത് ലൈനിൽ റിപ്ലൈ കൊടുക്കണം എന്നുള്ളത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കൊടുക്കുന്ന റിപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കമൻറ്റ് ബോക്സിൽ എനിക്ക് അങ്ങനെ കൊടുക്കാൻ അറിയാം. റിയൽ ലൈഫിൽ നേരിട്ട് കണ്ടാലും അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞിട്ട് ഒരുത്തരും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് പോകില്ല, കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയാണ്, ഒരു ഗീവ് ആൻഡ് ടേക്ക് സാധനമാണ്. ഓക്കെ. പക്ഷേ ഇതിൽ ബോധേഡായി, ഇതിൽ വിഷമിച്ച് ഇതേപോലെ വർഷങ്ങളോളം കണ്ടുപിടിക്കാൻ പിന്നാലെ നടന്ന് കണ്ടുപിടിക്കുന്നവരുണ്ട്. ഇപ്പോഴും കമൻ്റ് ഇടുന്ന കുറച്ച് പേരെ കിട്ടാതെ ദേഷ്യത്തിലും സങ്കടത്തിലും അല്ലെങ്കിൽ അവരുടെ കമൻറ്റ് കാണുന്ന സമയത്ത് ഇറിറ്റേറ്റഡ് ആവുന്ന ആളുകളുണ്ട്. സോ കമൻറ്റ് റിയലി ബോദേഴ്സ്. അതും ഇപ്പോൾ ഈ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഇവർ ചെയ്ത കാര്യം വെച്ചിട്ട് ഇനിയിപ്പോൾ ആ ചേച്ചി ചെയ്യില്ല എന്നും പറയാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സൈക്കോസ് ഉണ്ട്. അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവരിത് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ലൈഫ് ദുരന്തമാണ്. ആ ദുരന്ത ജീവിതത്തിൽ അവർക്ക് ഇതാണ്, ഒരു സാഡിസ്റ്റ് മൈൻഡഡാണ്. അവർക്ക് ബാക്കിയുള്ളവരുടെ ലൈഫും കൂടി ആണെന്നുള്ളത് സ്വയം അവർ വിചാരിച്ചാണ് കമൻ്റ് ഇടും. അതുകൊണ്ട് അവർക്കൊരു സുഖവും കിട്ടും. അങ്ങനെയുള്ളവർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. ഇതുപോലെ നിങ്ങളെക്കുറിച്ചിട്ട് അപരാധം പറഞ്ഞ് നടക്കുന്ന ആണോ പെണ്ണോ ആരാണെന്നുണ്ടെങ്കിലും നിയമപരമായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക. ആ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഫോളോ അപ്പും കാര്യങ്ങളും നടത്തുക.
കുറച്ച് കാശ് ചിക്കിളിയാണ്ട് ചിലവാകുമ്പോൾ കമൻ്റ് ഇട്ടതിന് കുറച്ച് പൈസ ചിലവായി കഴിഞ്ഞാൽ ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുഴപ്പത്തിന് നിൽക്കില്ല, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോയിക്കോളും. സോ വി ആർ ഇൻ ലവ് ആണെങ്കിലും ഇനി ആരാണെന്നുണ്ടെങ്കിലും അബദ്ധം കാണിക്കാതിരിക്കുക. അതായത് കുട്ടികൾ അങ്ങനത്തെയൊക്കെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസ് നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ ചിലപ്പോൾ ആ സിറ്റുവേഷൻ മറന്ന് കൺസിഡർ ചെയ്യാതെ പോയതായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ചില സിറ്റുവേഷൻസിലൊന്ന് കെയർഫുൾ ആകും. ഓക്കെ, അല്ലാത്ത പക്ഷേ ആ 36 കടയിൽ കയറി ചെന്നതും ചളിഞ്ഞ മുഖത്തിൽ ആ ഒരു കെട്ട് കൂട്ടിയതൊക്കെ അപ്രീഷിയേറ്റബിളാണ്. ഓക്കെ, കുട്ടിയുടെ പോർഷൻ മാത്രം വേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലിയില്ല. അതാണ് എൻ്റെ കമൻറ്റുകൾ. നിങ്ങൾ കുറച്ച് കെയർഫുൾ ആവുന്നത് നല്ലതാണ്. ഇങ്ങനെ ആളുകൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചളിഞ്ഞ മുമ്പായിട്ട് നിൽക്കേണ്ടി വരും ക്യാമറയുടെ മുന്നിൽ.